Hi friends, welcome back to day 11, 30-day study plan of laboratory assistant 10th mains examination. ഇപ്പോൾ നമ്മൾ ഡേ 11ലേക്ക് എത്തി അല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ എല്ലാവരും. നല്ല മഴയൊക്കെയാണ്, എല്ലാവരും ഹെൽത്തൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മളുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ മഴയുടെ ശബ്ദം കേൾക്കാം. മഴ മാറിയിട്ട് ഒന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് വെച്ചാൽ നടക്കില്ല, അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്കുക. നമുക്ക് ഏതൊക്കെയാണ് ടോപ്പിക്സ് പഠിക്കേണ്ടതെന്ന് നോക്കാം. മാത്സ് റിവിഷനാണ് ഇന്ന് കേട്ടോ. മാത്സ് ഡേ 8, 9, 10. അതായത് ഡേ 8 നമ്മൾ പഠിച്ച കാര്യം എന്താ? കൃത്യംഗങ്ങൾ, ലോസ് ഓഫ് എക്സ്പൊണൻസ്. അപ്പോൾ അത് കുറച്ച് നമ്മൾ ബൈ ഹേർട്ട് പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് വളരെ അടുത്ത ദിവസം തന്നെ റിവിഷൻ തന്നത്. അപ്പോൾ ഡേ 8 നമ്മൾ പഠിച്ച കൃത്യംഗങ്ങളും 9, 10 സാധാരണ പലിശ, കൂട്ടുപലിശ, അതാണല്ലോ ഡേ 9ലും 10ലും പഠിച്ചത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ റിവൈസ് ചെയ്യുക കേട്ടോ. പിന്നെ കമൻസിൽ കണ്ടു ഇങ്ങനെ റിവിഷൻ ഡേ ആയിട്ട് തരണമെന്ന്. അത് പോസിബിൾ ആണോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു ഡേ റിവിഷനായിട്ട് തന്നാൽ ഷുവറാണ് നിങ്ങൾ പഠിക്കില്ല. അതേസമയം ഓരോ ടോപ്പിക് റിവിഷനായിട്ട് തരികയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. മാത്സും ഇംഗ്ലീഷും മലയാളമൊക്കെ നിങ്ങൾക്ക് ടോപ്പിക് റിവിഷന് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? പക്ഷേ ഹോട്ട് ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഹോട്ട് ടോപ്പിക്ക് കവർ ചെയ്ത് അങ്ങോട്ട് എത്തുന്നില്ല നമുക്ക്. നിങ്ങളുടെ സമയം കണ്ടെത്തിയിട്ട് നിങ്ങളായിട്ട് തന്നെ അത് റിവൈസ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഇംഗ്ലീഷിലേക്ക് വരാം. ഇംഗ്ലീഷ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് ടോപ്പിക്കല്ല തരുന്നത്. ഒരു 10 PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. 2025 24 ഒക്കെ കഴിഞ്ഞത് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ആ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് മാത്രം 10 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ 10th മെയിൻസിൻ്റെ തന്നെ നോക്കിയെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കഴിഞ്ഞ വർഷത്തെ LDCയുടെ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ 10 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ 10 ചോദ്യങ്ങൾ വീതം 100 ഇംഗ്ലീഷിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ അത് നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ. ക്ലിയറായല്ലോ? അപ്പോൾ അത് പ്രയാണം ഇന്നലകളിലൂടെ എന്ന് പറഞ്ഞിട്ടൊരു ടെലഗ്രാം ചാനലുണ്ട്. അതിൽ MEM എന്ന് വെച്ചാൽ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, അപ്പോൾ MEM 2.0 എന്ന് പറഞ്ഞിട്ട് ഒരു PDF ഫയൽ നമുക്ക് കാണാം. അതായത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള PDF ആണ്. അപ്പോൾ അതിലെ ഇംഗ്ലീഷ് മാത്രം സോർട്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഈ മലയാളത്തിനും മാത്സിനും വേറെ തരാം. അപ്പോൾ ഇന്ന് ഇംഗ്ലീഷ് മാത്രം 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, 100 ചോദ്യങ്ങൾ കിട്ടും. അത് ചെയ്ത് നോക്കുക. നമ്മൾ കവർ ചെയ്ത ടോപ്പിക്സ് ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ആ ടോപ്പിക്സ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഭാഗം ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പാകത്തിന് പഠിച്ചു വയ്ക്കുക. അത് കഴിഞ്ഞ് മലയാളം വചനമാണ് പഠിക്കേണ്ടത്. വചനം, ഏകവചനം, ബഹുവചനമൊക്കെ പഠിക്കാനില്ലേ? അതൊക്കെ പഠിക്കുക. കറണ്ട് അഫയേഴ്സ് ഏപ്രിൽ 2024 ആണ് പഠിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ ഇത്രയും ഭാഗം? ഇനി നമുക്ക് ഹോട്ട് SCERT ചാപ്റ്റേഴ്സിലേക്ക് വരാം. അതായത് നമ്മൾ എക്കണോമിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം 9th സ്റ്റാൻഡേർഡിലെ 9th ലെസൺ സമ്പദ് വ്യവസ്ഥയും സാമ്പത്തിക നയങ്ങളും, ആ ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് എക്കണോമിക്സിൽ. ഓൾഡ് SCERT ആണ് പറയുന്നത്, ഇപ്പോൾ പുതിയത് വന്നതല്ല കേട്ടോ. അതുപോലെ 10th സ്റ്റാൻഡേർഡിൽ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന് പറഞ്ഞിട്ടൊരു ലെസൺ ഉണ്ട്, അതുകൂടി പഠിക്കുക. ഇനി ഈ ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് നമ്മൾ ഹോട്ട് ടോപ്പിക്സിൽ വരുന്നത്. അതിൽ നമ്മൾ ബജറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബജറ്റ് എന്ന് പറയുമ്പോൾ 2025 കേന്ദ്ര ബജറ്റും കേരള ബജറ്റും നിങ്ങൾ പഠിക്കണം. കറണ്ട് അഫയേഴ്സ് ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാവുന്ന ഒരു മേഖലയാണ്. അതോടൊപ്പം ധനകാര്യ സ്ഥാപനങ്ങൾ ഞാൻ എക്സ്ട്രാ തന്നിട്ടുണ്ട്. അത് സമയമുള്ളവർ അതൊരു ടോപ്പിക്കായിട്ട് എടുത്ത് വെച്ച് തന്നെ പഠിക്കുക. സമയമില്ലാത്തവർ ഈ 10th സ്റ്റാൻഡേർഡിലെ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൽ ഈ ധനകാര്യ സ്ഥാപനങ്ങളും RBI ഒക്കെ വരും കേട്ടോ. അപ്പോൾ ധനകാര്യ സ്ഥാപനങ്ങൾ, RBI, സമയമുള്ളവർ ഈ 2 ടോപ്പിക്ക് എടുത്ത് വെച്ച് പഠിക്കണം. അടുത്തത് LPG, അത് നവസാമ്പത്തിക പരിഷ്കാരങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ആ ഒരു ഏരിയ നന്നായിട്ട് പഠിക്കണം. അത് എക്സാമുകൾക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? ഹോട്ട് ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് സമയമുള്ളവർക്ക് മാത്രം ധനകാര്യ സ്ഥാപനങ്ങളും RBI എന്നുള്ള ടോപ്പിക്ക് വീണ്ടും എടുത്തു വെച്ച് പഠിക്കുക. അല്ലാത്തവർ ബജറ്റും LPG നിർബന്ധമായിട്ടും പഠിക്കണം ഈ ഹോട്ട് ടോപ്പിക്കിൽ. പിന്നെ ഈ PYQൻ്റെ കാര്യം പറഞ്ഞത് വിട്ടുപോകണ്ട. ഇന്ന് ഒരു 100 മാർക്കിൻ്റെ മൊത്തത്തിലുള്ള PYQ സോൾവ് ചെയ്യുന്നതിന് പകരം ഇംഗ്ലീഷ് മാത്രം സോർട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യുക. ഈ ചാനലിൻ്റെ പേര് പ്രയാണം ഇന്നലകളിലൂടെ എന്നുള്ളതാണ്. അതിൽ MEM 2.0 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫയലുകൾ കാണാം. അതിലേതെങ്കിലും ഒരു ഫയൽ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ കൂടുതൽ ഈസിയാണ്. അതുകൊണ്ടാണ് നമ്മൾ GK പഠിക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല അത് എവിടെ ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഏത് ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ് ഇത്രയും പഠിച്ചാൽ ഷുവറായിട്ട് നമുക്ക് മാർക്ക് കയ്യിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡേ 11 പഠിക്കേണ്ടത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ലബോറട്ടറി അസിസ്റ്റൻറ്റിന് വേണ്ടി പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.